മുനമ്പത്തെ ജനത ഏതാനും വർഷങ്ങളായി അതിജീവനത്തിനായുള്ള പോരാട്ടത്തിലാണ്. പതിറ്റാണ്ടുകളായി ജീവിച്ചു വന്ന വില കൊടുത്തു വാങ്ങിയ ഭൂമി വഖഫാണ് എന്ന് പെട്ടെന്നൊരു നാൾ തീർപ്പുണ്ടായപ്പോൾ നിലച്ചുപോയത് നൂറുകണക്കിന് കുടുംബങ്ങളുടെ ജീവിതമാണ്. ഒരു വർഷം നീണ്ടുനിന്ന സമരം, കേരളം കുലുങ്ങിയ രാഷ്ട്രീയ സംവാദങ്ങൾ, ഇതിനിടെ മുതലെടുപ്പുകൾക്കുള്ള സുവർണാവസരം കണ്ടവരുമുണ്ട്. അങ്ങനെ അനിശ്ചിതത്വങ്ങളുടെ പെരുവഴിയിൽ നിൽക്കവേ ഇന്ന് മുനമ്പം ഭൂമി തർക്കത്തിൽ കേരള ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നു. ജുഡീഷ്യൽ കമ്മീഷന് തുടരാമെന്ന് വിധിച്ച ഉത്തരവിൽ മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. തീരുമോ മുനമ്പത്തെ ജനങ്ങളുടെ ദുരിതം? ആദ്യം RDX റാം. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധി ചോദ്യം ചെയ്ത് സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിർണായകമായ വിധി. വഖഫ് നിയമത്തിന്റെ ഏത് സെക്ഷൻ പരിഗണിച്ചാലും ഭൂമി വഖഫായി പരിഗണിക്കാനേ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി. മുനമ്പത്തെ തർക്കഭൂമി 1950 ഫറൂഖ് കോളേജിന് ദാനമായി കിട്ടിയതാണെന്ന വാദം നിലനിൽക്കുമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. 1950 ഉടമ്പടി ദൈവത്തിനുള്ള സ്ഥിരമായ സമർപ്പണമായിരുന്നില്ല. തിരിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള വ്യവസ്ഥകളോടെ കൈമാറിയ ഭൂമി വഖഫായി കണക്കാക്കാനാകില്ല. ഭൂമി വഖഫാക്കി മാറ്റാനുള്ള കേരള വഖഫ് ബോർഡിന്റെ നടപടിക്കെതിരെയും ഹൈക്കോടതി രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. ബോർഡിന്റെ നടപടി നിയമവിരുദ്ധമാണ്. നീണ്ട 69 വർഷങ്ങൾക്ക് ശേഷമാണോ വഖഫ് ബോർഡിന് ബോധം വന്നതെന്ന് ചോദിച്ച കോടതി ഇത് നീതീകരിക്കാനാകാത്ത കാലതാമസമാണെന്നും അഭിപ്രായപ്പെട്ടു. CN രാമചന്ദ്രൻ നായരെ നിയോഗിച്ചത് റദ്ദ് ചെയ്ത സിംഗിൾ ബെഞ്ച് വിധി റദ്ദാക്കിയ കോടതി ഇത് സിംഗിൾ ബെഞ്ചിന് തീരുമാനമെടുക്കാവുന്ന വിഷയമല്ലെന്നും ചൂണ്ടിക്കാട്ടി. ജുഡീഷ്യൽ കമ്മീഷന്റെ ശുപാർശകൾ സംസ്ഥാന സർക്കാരിന് നടപ്പാക്കാമെന്ന ഹൈക്കോടതി നിരീക്ഷണം കമ്മീഷന്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ നിർണായകമാകും. വിഷയത്തിൽ ഹർജിക്കാരുടെ താൽപര്യത്തിലും കോടതി സംശയം പ്രകടിപ്പിച്ചു. RDX റാപ്പ് ന്യൂസ് മലയാളം. മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമി അല്ലെന്ന ഹൈക്കോടതി ഉത്തരവിൽ സന്തോഷമുണ്ടെന്ന് മുനമ്പം സമരസമിതി നേതാക്കൾ പറഞ്ഞു. 1975 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു ഇത് ഗിഫ്റ്റ് ഡീഡാണെന്ന്. ഇന്ന് അതേപോലെ തന്നെ ശിശ്രൂദിൻ്റെയും ശ്യാംകുമാറിൻ്റെയും ജസ്റ്റിസുമാർ ഈ വിധി ഇത് അസന്നിഗ്ധമായി പറയുന്നു അത് ഗിഫ്റ്റ് ഡീഡ് തന്നെയാണ് ഫറൂഖ് കോളേജിന് കിട്ടിയിട്ടുള്ളതെന്ന്. ഇത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ 610 കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ മനസാക്ഷിയുള്ള കേരള സമൂഹവും ഇന്ത്യയിലെ എല്ലാ മതേതരത്വവാദികൾക്കും ഇത് സന്തോഷകരമാണ്. ഹൈക്കോടതി വിധിയെ തുടർന്ന് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം പുനരാരംഭിച്ചിരുന്നതായും നടപടികൾ കൂടുതൽ വേഗത്തിലാക്കുമെന്നും ചെയർമാൻ CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. മുനമ്പം കമ്മീഷന്റെ നിയമനത്തിന് റദ്ദാക്കിയ സിംഗിൾ ജഡ്ജി വിധിക്ക് മുകളിൽ സർക്കാർ അപ്പീൽ കൊടുത്തു. അന്ന് തന്നെ കമ്മീഷനെ തുടരാനായിട്ട് താൽക്കാലിക ഉത്തരവ് ഹൈക്കോടതി പാസ്സാക്കി ഡിവിഷൻ ബെഞ്ച്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ ഒരു കുറച്ച് കാലത്തെ ബ്രേക്ക് കഴിഞ്ഞ്, ഈ കോടതി കേസ് നിലനിൽക്കുന്ന കാലത്തെ ഒരു ബ്രേക്ക് കഴിഞ്ഞ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ തന്നപ്പം, അല്ലെങ്കിൽ താൽക്കാലിക ഉത്തരവ് പാസ്സാക്കി കഴിഞ്ഞ് കമ്മീഷൻ എൻ്റെ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോയി. എല്ലാവരും കേട്ടു, രേഖകളെല്ലാം പരിശോധിച്ചു, ഗവൺമെൻറ് ആവശ്യപ്പെട്ട രീതിയിൽ റിപ്പോർട്ട് കൊടുത്തു. ആവശ്യമെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് വഖഫ് ബോർഡ് ചെയർമാൻ MK സക്കീറിന്റെ പ്രതികരണം. സുപ്രീം കോടതി നമ്മൾ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ കൊടുത്താൽ ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിൻ്റെ വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിലും, ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിക്കെതിരെ സ്വാഭാവികമായി സ്പെഷ്യൽ ലീവ് പെറ്റീഷനോട് കൂടി സുപ്രീം കോർട്ടിലാണ്. അപ്പോൾ അത്തരം നടപടികളൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഫുൾ ടെക്സ്റ്റ് ഏകദേശം 100ഓളം പേജുള്ള ജഡ്ജ്മെൻ്റാണ്. ആ ജഡ്ജ്മെൻറ്റ് മുഴുവൻ നിയമപരമായ വലിയൊരു പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് നമ്മൾ തീരുമാനിക്കും. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്ന നിർണായക ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വന്നത്. 1950 ഭൂമി ഫാറൂഖ് കോളേജിന് നൽകിയ കൈമാറ്റ രേഖകൾക്ക് വഖഫ് ഉദ്ദേശമില്ല. ഭൂമി വഖഫായി പ്രഖ്യാപിച്ച 2019 വഖഫ് ബോർഡ് ഉത്തരവ് ഏകപക്ഷീയമാണ് എന്നാണ് കോടതി പറഞ്ഞത്. ഭൂമി കൈമാറി 69 വർഷങ്ങൾക്ക് ശേഷമാണ് ബോർഡിൻ്റെ നടപടി എന്നും കോടതി പറഞ്ഞു. മുനമ്പം പ്രശ്നത്തിൽ സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷന് പ്രവർത്തനം തുടരാം എന്നുമാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. സർക്കാർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീലുമായി പോയത് ജുഡീഷ്യൽ കമ്മീഷനെ പുനഃസ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു. ആ ഹർജിയിലെ വിധിയിലാണ് ഹൈക്കോടതി മുനമ്പത്തെ സംബന്ധിച്ച നിർണായക നിരീക്ഷണങ്ങൾ നടത്തിയത്. 1865 തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാൾ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചു. ജനങ്ങൾക്ക് കൃഷി ചെയ്യാൻ സ്ഥലം പാട്ടത്തിന് എഴുതി നൽകി. 1902 ഗുജറാത്ത് സ്വദേശി സത്താർ സേട്ട് മുനമ്പത്ത് 407 ഏക്കർ സ്ഥലം കൃഷി ചെയ്യാൻ എഴുതി വാങ്ങി. 1948 സത്താർ സേട്ടിൻ്റെ പിൻഗാമി സിദ്ദിഖ് സേട്ടിന് ഭൂമി മഹാരാജാവ് തീറാധാരം നൽകി. 1950 നവംബർ 1 സിദ്ദിഖ് സേട്ട് ഭൂമി കോഴിക്കോട് ഫറൂഖ് കോളേജിന് നൽകി. ഭൂമി വിദ്യാഭ്യാസ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കണം എന്ന നിബന്ധന അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഉപയോഗം വിദ്യാഭ്യാസ കാര്യങ്ങൾക്കല്ലെങ്കിൽ സിദ്ദിഖ് സേട്ടിനോ പിൻഗാമികൾക്കോ ഭൂമി തിരിച്ചെടുക്കാം. കോളേജ് ഭൂമി നോക്കി നടത്താൻ അഡ്വക്കേറ്റ് AV പോളിനും അഡ്വക്കേറ്റ് മൈക്കിളിനും അധികാരം നൽകി. പവർ ഓഫ് അറ്റോർണി അധികാരം ഉപയോഗിച്ച് ഇവർ 1988 ഭൂമി മത്സ്യത്തൊഴിലാളികൾക്ക് വിറ്റു.
2008 VS സർക്കാർ വഖഫ് സ്വത്ത് കയ്യേറ്റം പഠിക്കാൻ MA നിസാർ കമ്മീഷനെ നിയമിച്ചു. 23 ഇടങ്ങളിലായി 600 ഏക്കർ വഖഫ് സ്വത്തുകൾ അന്യാധീനപ്പെട്ടു എന്ന് നിസാർ കമ്മീഷൻ കണ്ടെത്തി. ഏറ്റവും കൂടുതൽ കയ്യേറ്റം നടന്നത് മുനമ്പത്താണ് എന്നും നിസാർ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തു. ഭൂമി തിരിച്ചുപിടിക്കണമെന്നാവശ്യപ്പെടുന്ന വഖഫ് സംരക്ഷണ സമിതി കോടതിയെ സമീപിച്ചു. ഈ ഹർജിയിൽ ഭൂമി തിരിച്ചുപിടിക്കാൻ 2016 ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവുണ്ടായി. ഇതോടെ 600-ൽ പരം കുടുംബങ്ങൾ സ്വന്തം ഭൂമിയിൽ കുടികിടപ്പുകാരായി. നികുതി അടക്കൽ, പണയപ്പെടുത്തൽ അടക്കമുള്ള റവന്യൂ അധികാരങ്ങൾ ഇല്ലാതെയായി. കേന്ദ്രം വഖഫ് നിയമ ഭേദഗതിക്ക് ഒരുങ്ങിയ സമയത്ത് മുനമ്പത്തെ ജനത സമരം തുടങ്ങി. 2024 നവംബർ 28 മുനമ്പം പ്രശ്നം പഠിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെ സർക്കാർ നിയമിച്ചു. റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരാണ് അന്വേഷണ കമ്മീഷൻ. മുനമ്പം കമ്മീഷന്റെ നിയമനം നിയമപരമല്ല എന്ന് കാണിച്ച് ഹൈക്കോടതിയിൽ ഹർജിയെത്തി. നിയമപരമല്ലെന്ന് വിധിച്ച് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കമ്മീഷൻ നിയമനം റദ്ദാക്കി. ഇതിനെതിരെയാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. ഇതിപ്പോൾ ആ മുനമ്പത്ത് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ വില കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ്. ഒറ്റയടിക്ക് ഇത് വഖഫ് ഭൂമിയാണ് എന്ന നിലയ്ക്കുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാവുകയും അവരാകെ ആശങ്കയിലും പ്രതിസന്ധിയിലും ചെന്നുപെട്ടത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പരിശോധിച്ചാൽ സത്യത്തിൽ ഈ കേസിൻ്റെ ആ കോറിലേക്ക് പോയിട്ടുള്ള ഒരു കോടതി വിധി അല്ല ഉണ്ടായത്. ഈ പഠിക്കാൻ നിയോഗിച്ചിരിക്കുന്ന വിദഗ്ധ സമിതിയെ CN രാമചന്ദ്രൻ നായർ കമ്മിറ്റിയെ ഒഴിവാക്കണം എന്നുള്ളതായിരുന്നു ആവശ്യം. ആ ആവശ്യത്തിൽ സിംഗിൾ ബെഞ്ചിൻ്റെ വിധിക്കെതിരെയുള്ള ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ വിധി വരുമ്പോൾ പക്ഷേ ഈ കാര്യത്തിലൊരു വ്യക്തത കിട്ടി. സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ തന്നെ നിന്നാൽ തകർത്തേനെ എന്ന് പറയില്ലേ നമ്മൾ, അതുപോലെ ഇതിങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ മുനമ്പത്തെ ഈ എഫക്റ്റഡ് ആയിട്ടുള്ള പാർട്ടീസ് കുടുംബങ്ങൾക്ക് മാത്രമല്ല കേരളത്തിനാകെ തന്നെയും വലിയ സമാധാനം ഉണ്ടാകുന്നൊരു കാര്യമാണ്. കാരണം ഇത് വെച്ചുകൊണ്ട് പലതരത്തിലുള്ള വർഗീയ സംഗതികൾ ഒക്കെ പലതരത്തിലുള്ള കാര്യങ്ങൾ നടന്നതായിട്ട് നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ കുഴപ്പങ്ങളൊക്കെ ഒഴിഞ്ഞു പോകും. ഇത് വഖഫ് ഭൂമിയല്ല എന്ന ഈ കോടതി വിധി അവസാന വിധിയായിട്ട് നിൽക്കുകയാണെങ്കിൽ. പക്ഷേ ഇതിൻ്റെ മുകളിലാണല്ലോ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. അവിടം കൊണ്ട് ഈ നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങളൊക്കെ അവസാനിക്കുമോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. കാരണം കാര്യങ്ങൾ പിന്നെ അങ്ങോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന ബന്ധപ്പെട്ട ആളുകൾ ഇത് വഖഫ് ബോർഡ് തന്നെയാണ്, ഭൂമി തന്നെയാണ് എന്നൊരു നിലപാടെടുക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്താൽ വീണ്ടും നമ്മൾ ഈ ചർച്ചയിലേക്ക് വരും. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, ഈ 60-69 വർഷത്തിന് ശേഷം ഇങ്ങനൊരു നിലപാട് മാറ്റവുമായിട്ട് വന്നത് ശരിയായില്ല എന്ന് കോടതി ശരിയാവണ്ണം കാണുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ സത്താർ സേട്ട് ഫറൂഖ് കോളേജിന് ഭൂമി കൊടുക്കുന്നു, നിങ്ങളത് വിദ്യാഭ്യാസ ആവശ്യത്തിനല്ലാതെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചെടുക്കണം എന്ന ഒരു ക്ലോസ് കൂടെ വെക്കുന്നു. ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുകയും ഇങ്ങനെ ഒരു ക്ലോസ് വെക്കുകയും ചെയ്യുന്നത് വഖഫ് ഭൂമി ആവുകയില്ല എന്ന് നമ്മൾ ഇതിനകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. വഖഫ് എന്ന് വെച്ചാൽ ദൈവത്തിങ്കിലേക്ക് സമർപ്പിക്കലാണ്. എന്ന് വെച്ചാൽ അത് കൊടുത്താൽ അതിൻ്റെ മുകളിലുള്ള ഉടമസ്ഥാവകാശമോ അല്ലെങ്കിൽ താൽക്കാലിക കൈവശാവകാശമോ പോലും എനിക്കില്ല. അത് ദൈവത്തിൻ്റെ ഭൂമിയാണ്, അതിലെനിക്ക് യാതൊരു അവകാശമില്ല. അപ്പോൾ പിന്നെ ഒരാൾ അങ്ങോട്ട് കൊടുത്തിട്ട് അതും കോളേജിന് കൊടുക്കുകയാണ്, വഖഫിലേക്കല്ല, കോളേജ് എടുത്തോളൂ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഞാൻ തിരിച്ചെടുക്കുന്ന ക്ലോസ് ഇത് വെച്ചാൽ നിശ്ചയമായിട്ടും അത് വഖഫ് ഭൂമിയല്ല എന്നത് നമ്മുടെ സാമാന്യ ബോധം ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് അറിവ് വെച്ച് ഇത് നോക്കിയാൽ അങ്ങനെ കാണാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കോടതിയുടെ വിധി ശരിയാവണ്ണമാണ്, ഇങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ ഇതൊക്കെ ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമ്പോഴാണല്ലോ ഈ നിയമ നടപടികളെല്ലാം നടന്നത് എന്ന സാഹചര്യം നമ്മളെ ഒന്നുകൂടെ ആശങ്കാകുലരാക്കുന്നത്. കാരണം ഇങ്ങനെയല്ലായിരുന്നുവെങ്കിൽ, ഇങ്ങനെയല്ല സംഭവിക്കുന്നതെങ്കിൽ ഇനിയും നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. ഇതുകൊണ്ടൊരു പര്യവസാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതിനകത്ത് പിന്നിൽ നിൽക്കുന്ന ആളുകൾ ഈ പ്രശ്നം സമാപിപ്പിക്കാനുള്ള ഒരു അവസരമാണ് എന്ന് കണ്ട് അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊരു തോന്നലാണ് എനിക്കുള്ളത്. തീർച്ചയായും ഇത് ഈ ഭൂമിയിൽ അവകാശമില്ലാത്ത ഇതിനേക്കാൾ ഒത്തിരി അധികം ആളുകൾ ഈ കേരളത്തിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് ഞാനത് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ എപ്പോഴും പറഞ്ഞു പോകും. കാരണം മറ്റും ഈ പറഞ്ഞ മലയോര ജില്ലകളിലൊക്കെയായി ഭൂമിയുടെ അവകാശം നിഷേധിക്കപ്പെട്ട് ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷേ മുനമ്പത്ത് അതൊരു രാഷ്ട്രീയ പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു, വർഗീയ പ്രശ്നമായി കത്തിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു, അവിടെ മുതലെടുപ്പിനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും അങ്ങോട്ട് എത്തിയത്. അപ്പോൾ അവിടെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് വഖഫ് ഭേദഗതി നിയമം വരുമ്പോൾ അവർക്ക് എല്ലാവർക്കും വലിയ ആശ്വാസമാകുന്നുള്ള പ്രതീതി സൃഷ്ടിച്ചു തെരഞ്ഞെടുപ്പിന് മുമ്പ്. പക്ഷേ വഖഫ് ഭേദഗതി നിയമം വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല, ഒരു ബന്ധവുമില്ല. കാരണം അതായത് വഖഫ് ഭേദഗതി നിയമം കൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പായി. രണ്ടാമത് ഈ വിധിയുടെ ഈ വിജയം എന്ന് പറയുന്നത് ഇപ്പോൾ രാമേന്ദ്രൻ നായർ, ജസ്റ്റിസ് രാമേന്ദ്രൻ നായരുടെ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ബൈറ്റ് ഞാൻ നേരത്തെ കണ്ടു. ഇത് സുപ്രീം കോടതിയിൽ കൂടി ഈ തീരുമാനം, അതായത് ഇവരിങ്ങനെ പോവുകയും സുപ്രീം കോടതിയിൽ ഈ വിധി നിലനിൽക്കുകയും ചെയ്താൽ പോലും ഈ കാര്യത്തിനൊരു അന്തിമ തീരുമാനമാകും എന്നുള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു പരിഹാരത്തിലേക്ക് ഇത്ര പെട്ടെന്ന് എത്തുന്നത് നമുക്കും അറിയില്ലായിരുന്നു. എന്തായാലും ഇതിൽ
രണ്ട് കൂട്ടരും വിജയിച്ചു. ആരൊക്കെയാണെന്നറിയാം. അതിപ്പോൾ സർക്കാർ ഈ ഇതിൽ നിയമപരമായ പരിഹാരം മാത്രമേ ഉള്ളൂ. ആ പരിഹാരത്തിന് കോടതിയെ സമീപിക്കുകയാണ് വേണ്ടത്. കോടതി വഴി തന്നെ ആ പരിഹാരം കണ്ടെത്തണം എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ നിലപാട്. ആ കോടതി വഴി തന്നെയാണ് ഇപ്പോൾ ഈ പരിഹാരം വന്നിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, പ്രതിപക്ഷ നേതാവ് ആദ്യം മുതൽ പറയുന്നുണ്ട് ഇത് വഖഫ് അല്ല. ഇപ്പോഴും പറയുന്നുണ്ട്. അപ്പോഴും പലതരത്തിലുള്ള വിമർശനങ്ങളും പ്രതിപക്ഷ നേതാവിനെതിരെ ഉയർന്നിരുന്നു. കാരണം ഇത് വഖഫല്ല. കാരണം ഇതൊരു ഈ പറഞ്ഞ പോലെ ഇത്തരം നിബന്ധനകൾ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അത് വഖഫാവില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടും വിജയിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ 10 മിനിറ്റ് കൊണ്ട് ഇത് പ്രശ്നം പരിഹരിക്കാമെന്നുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടനുസരിച്ചല്ല കാര്യങ്ങൾ നടന്നത്. നിയമപരമായി തന്നെയാണ്. പക്ഷേ ആർക്കും പരാതിയില്ലാതെ ഈ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുനമ്പത്തെ പ്രശ്നം കേവലം ഭൂമി തർക്കം എന്നതിനപ്പുറം വളരെ വൈകാരികമായ ഒരു വിഷയമാണ്. കേരളത്തിൻ്റെ മത സാമുദായിക ഐക്യം തകർക്കുന്നതിനുള്ള ശ്രമം മുനമ്പത്തെ പിൻപറ്റി നടക്കുന്നത് നമുക്ക് ഓർമ്മയുണ്ട്. വർഗീയത കലർത്താനുള്ള ശ്രമങ്ങളെ മുനമ്പം ജനത ഒരു പരിധിവരെ ചേർത്തു. ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വന്ന ഉത്തരവ് മുനമ്പത്തെ ജനത്തിന് വലിയ ആശ്വാസം നൽകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ജനിച്ചു വളർന്ന പൂർവികൾ വില കൊടുത്തു വാങ്ങിയ മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം മനുഷ്യൻ്റെ മൗലികാവകാശമാണ്. മുനമ്പത്തെ ജനതയ്ക്ക് അത് ഉറപ്പാക്കി നൽകേണ്ടതുണ്ട്. അനിശ്ചിതത്വങ്ങളും അരക്ഷിതാവസ്ഥയും നീങ്ങട്ടെ. മുനമ്പത്തെ ജനതയ്ക്ക് സമാധാനമുണ്ടാക്കാൻ ഹൈക്കോടതിയുടെ ഈ ഇടപെടലിനാകട്ടെ എന്ന് RDX ആശംസിക്കുന്നു.